കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ നമസ്കാരം. ജയസൂര്യൻ സാർ, നമ്മുടെ കേരളം വലിയൊരു ന്യൂക്ലിയർ ബോംബിന്റെ അണുബോംബിന്റെ മുകളിലാണ് നിൽക്കുന്നത് എന്ന് അറിയാത്ത മലയാളി സ്വയം അവനെ വിളിക്കുന്ന പേരാണ് പ്രബുദ്ധൻ എന്നുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ക്ഷേമ പെൻഷനൊക്കെ പിണറായി വിജയൻ സർക്കാരൊക്കെ കൊടുക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ വലിയ ഔദാര്യം നൽകുന്നത് അവനവന്റെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്ന പോലെയാണ്. സത്യത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങാൻ ഒരാളും നമ്മുടെ നാട്ടിൽ ഉണ്ടാവരുത് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, അപ്പോഴേ നമ്മുടെ നാട് നന്നായി എന്ന അർത്ഥമുള്ളൂ എന്നിരിക്കെ അവരെ കൂട്ടിയെടുക്കുന്ന തിരക്കിലാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ എന്നൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു വലിയ ന്യൂക്ലിയർ ബോംബിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ള ജയസൂര്യൻ സാർ, ചാനലിലേക്ക് സ്വാഗതം സാർ. എങ്ങനെയാണ് സാർ ഈ ഒരു ന്യൂക്ലിയർ ബോംബിനെ സാർ കാണുന്നത്? നമ്മൾ ഇതിനെ ഇന്ന് നോക്കിക്കാണുന്നത് വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ്. അതായത് സാധാരണ കേരളത്തിൽ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ പലപ്പോഴും ആ ചർച്ചകളിൽ ഇരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 2 പക്ഷത്തുമുള്ളവർ, അതായത് സർക്കാരിന്റെ പക്ഷത്തുള്ളവരും സർക്കാരിനെതിരായിട്ട് സംസാരിക്കുന്നവരും നിഷ്പക്ഷരായിട്ട് നിന്ന് സാമ്പത്തിക വിദഗ്ധർ, വിഷയ വിദഗ്ധർ എന്ന നിലയിൽ സംസാരിക്കുന്നവരും ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ കൊണ്ട് മലയാളിക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത്തരം സാങ്കേതികത്വം ഒഴിവാക്കി പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കാര്യം മനസ്സിലായാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തകർന്ന സമ്പദ് വ്യവസ്ഥയുള്ള സർക്കാർ കേരള സർക്കാരാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കേരള സർക്കാർ പോലും അത് നിഷേധിക്കുന്നില്ല. സത്യമാണ്, ഞങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സഹായം വേണം, കേന്ദ്രം പൈസ തരണം എന്ന് മാത്രമാണ് കേരള ഗവൺമെന്റ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ സാമ്പത്തികമായി ഭദ്രമാണെന്നൊന്നും സർക്കാർ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളം തകർന്നു? ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ കാര്യം ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 75 വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമായിരുന്നു. അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കൃഷി ഉണ്ടായിരുന്നു, വ്യവസായം ഉണ്ടായിരുന്നു. വൻകിട വ്യവസായമല്ല എങ്കിൽ പോലും വ്യവസായം ഉണ്ടായിരുന്നു, കയറ്റുമതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും വളരെ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ എന്താണ് പരിഹാരം എന്നുള്ളതും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ആ കാരണങ്ങളിലേക്ക് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഒന്ന് കടന്നു വരാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, EMS മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, വളരെ വലിയ സാമ്പത്തിക വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങി. അതായത് ഭൂപരിഷ്കരണ നിയമം, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക, ഭൂമിയുള്ളവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വിപ്ലവം എന്നുള്ള നിലയിൽ ഒരുങ്ങി. പക്ഷെ സംഭവിച്ചെന്താണ്? ഇപ്പൊ പാടശേഖരങ്ങൾ, ചാലയിൽ പണിക്കർ, ജോർജ് മുരിക്കൻ ഇങ്ങനെയുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ പിടിച്ചെടുത്തു, സാധാരണക്കാർക്ക് വീതിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? നെൽകൃഷി മുടങ്ങിപ്പോയി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ, തേയില, കാപ്പി, ഏലം, ഇതൊന്നും പിടിച്ചെടുത്തില്ല. അത് സാധാരണക്കാർക്കൊണ്ട് കൊടുത്തില്ല. അന്ന് അതൊക്കെ പിടിച്ചെടുത്തിരുന്ന് 1 ഏക്കർ വീതമെങ്കിലും വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ധാരാളം പേര് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത് പിടിച്ചെടുത്തില്ല. കാരണം എന്താണ്?
അവരുടെ സാമ്പത്തിക ശക്തി, അവരുടെ സാമ്പത്തിക ലോബി കമ്മ്യൂണിസത്തെ പോലും അട്ടിമറിക്കാൻ മാത്രം കരുത്തുള്ളതായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ആരും ചർച്ച ചെയ്യാത്ത ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട്. അത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലായിരുന്നു. ഇപ്പോ കേരളത്തിലുള്ള നൂറുകണക്കിന് എസ്റ്റേറ്റുകൾ നോക്കിയാൽ ഹിന്ദുവിന്റെ കയ്യിലുള്ള എസ്റ്റേറ്റ് എന്ന് പറയാൻ വിരലിൽ എണ്ണാനുള്ള എസ്റ്റേറ്റേ ഉള്ളൂ. എസ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനം തന്നെ 50 ഏക്കറിന് മുകളിൽ വരുന്നതിന് മാത്രമാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 50 ഏക്കറിന് മുകളിലുള്ള ഹിന്ദുവിന്റെ എണ്ണം കേരളത്തിൽ കൈവിരലിൽ എണ്ണാൻ പോലും ഇല്ല. പക്ഷെ ബാക്കി 100 കണക്കിനുള്ളത് ക്രിസ്ത്യൻ മുസ്ലിം എസ്റ്റേറ്റ് ആയിരുന്നതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൽ തൊട്ടില്ല, കോൺഗ്രസ്സുകാർ തൊട്ടില്ല. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സമത്വത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഭൂപരിഷ്കരണം തന്നെ മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയി. ഇത് സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സർക്കാർ ശമ്പളം സ്വകാര്യ മേഖലയിലെ സ്കൂൾ കോളേജ് അധ്യാപകർക്ക് നൽകാനുള്ള തീരുമാനം. ഇതും EMS മന്ത്രിസഭയുടെ കാലത്ത്, ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് എടുത്ത ഒരു തീരുമാനമാണ്. ഇന്ത്യയിലെ ഇപ്പോഴും ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു നിയമമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് കാര്യമാണ്. അതായത് കത്തോലിക്ക സഭ, NSS, SNDP, അതുപോലെ മുസ്ലിം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അടക്കമുള്ള MES എഡ്യൂക്കേഷൻ സൊസൈറ്റി, MES അടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങളിലെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരും അവരെ നിയമിക്കുന്നത് മതജാതി മാനേജ്മെന്റും എന്നൊരു തീരുമാനം കൊണ്ടു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു തീരുമാനം. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ സ്വകാര്യ സ്കൂൾ കോളേജ് അധ്യാപകർക്ക് ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കേണ്ടി വന്നു. എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ 2.5 ലക്ഷം, ഇപ്പൊ 5 ലക്ഷത്തിലേറെ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ആരാണ്? ബാക്കി മതജാതി സംഘടനകളുടെ. ഈ മതജാതി സംഘടനകളുടെ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട്. അത് നമ്മളൊന്ന് അറിയണം. ഇപ്പോ NSSന് 23 എയ്ഡഡ് കോളേജുകളുണ്ട്, SNDPക്ക് 24 എയ്ഡഡ് കോളേജുകളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു 50 ഓളം എയ്ഡഡ് കോളേജുകൾ NSSനും SNDPക്കും കൂടെ ഉണ്ട്. എന്ന് പറയുമ്പോൾ എണ്ണം കൊണ്ട് വളരെ വലുതാണ്. പക്ഷെ NSSന്റെ കയ്യിലിരിക്കുന്ന പെരുന്ന NSS കോളേജ് ഒഴികെ, ചങ്ങനാശ്ശേരി NSS കോളേജ് ഒഴികെ ബാക്കിയുള്ള 22 NSS കോളേജുകളിലെ അധ്യാപകരെ മുഴുവൻ കൂടി ഒന്നിച്ചു കൂട്ടിയാൽ ഒരു കത്തോലിക്ക കോളേജിലെ അധ്യാപകരുടെ എണ്ണം വരികയില്ല. അതായത് എണ്ണം മാത്രമേ ഉള്ളൂ, വണ്ണമില്ല. പക്ഷെ പറയുമ്പോഴോ 24 കോളേജിലെ മുഴുവൻ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയും. പക്ഷെ അധ്യാപകരുടെ എണ്ണമോ അതാരും പറയാറില്ല. ഇതുപോലെ കോളേജുകൾ പോലെ തന്നെ സ്കൂളുകൾ. NSSന്റെ കയ്യിൽ 96 സ്കൂളുകളുണ്ട്, SNDPയുടെ കയ്യിൽ 94 സ്കൂളുണ്ട്. ഏതാണ്ട് 200-നടുത്ത്, അതായത് 190 സ്കൂളുകൾ NSSനും SNDPക്കും കൂടെയുണ്ട്. ബാക്കിയുള്ള ചെറിയ ചെറിയ ജാതി സംഘടനകൾക്ക് എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഹിന്ദുവിന് മൊത്തം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 200. എന്നാൽ അതേസമയം ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം, മുസ്ലിം എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 1000-ന് മുകളിലാണ്. അപ്പോൾ ഈ പണമെല്ലാം എങ്ങോട്ട് പോകുന്നു? സംഘടിത ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളിൽപ്പെട്ടവരുടെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാര്, അതിനകത്ത് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ വരും. അപ്പോ അവരെല്ലാം ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാര് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കണം എന്നുള്ള ആദ്യ കാലഘട്ട തീരുമാനം, EMS മന്ത്രിസഭയുടെ കാലത്തെ തീരുമാനം. ഇത് രണ്ടുമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. കാരണം ചർച്ച ചെയ്താൽ പേടിയാ, വോട്ട് പോകും. ക്രിസ്ത്യാനി എതിരാകും, മുസ്ലിം എതിരാകും, NSS എതിരാകും, SNDP എതിരാകും. അതുകൊണ്ട് മിണ്ടണ്ട, ആരും മിണ്ടുകയില്ല. മറ്റൊരു സംസ്ഥാനത്തിനും ഈ പ്രശ്നമില്ല. ഇത് EMSന്റെ കാലഘട്ടത്തിൽ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് കേരളത്തിൽ സംഘടന ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ സംഘടിപ്പിച്ചത് കർഷകരെയാണ്, കർഷക സംഘടനകൾ. പക്ഷെ പിന്നീട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ കർഷക സംഘടനകളുടെ സ്ഥാനം മാറി കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് വരെ തൊഴിലാളി സംഘടന എന്ന നിലയിലേക്ക് മാറി. കർഷക സംഘടന ഇപ്പം പേരിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗം എന്ന് പറയുന്നത് ജാതി ബ്രാഹ്മണരെ അല്ല ഞാൻ പറയുന്നത്, പ്രിവിലേജ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള സൊസൈറ്റിയായി സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റി. കേരളത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പഴയകാല ബ്രാഹ്മണാധിപത്യം എന്നൊക്കെ പറയുമല്ലോ, ബ്രാഹ്മണ മേധാവിത്വം.
ആ ബ്രാഹ്മണ മേധാവിത്വമാണ് ഇന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥ മേധാവിത്വം. ഈ സർക്കാർ ഉദ്യോഗസ്ഥ മേധാവിത്വം എന്ന് ഞാൻ പറയാൻ വ്യക്തമായ കാരണം, അവരാണ് അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത്. സർക്കാരാണെന്ന് നമ്മൾ പറയും, ഒരിക്കലും അല്ല. അവരാണ് അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത്. ഉദാഹരണം, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പളം തീരുമാനിക്കുന്നത്. ഇപ്പൊ മറ്റ് മേഖലകളിലോ എന്ന് ചോദിച്ചാൽ ട്രേഡ് യൂണിയൻ ശമ്പളം തീരുമാനിക്കുന്നു, സർക്കാരിന്റെ മുമ്പിൽ സമരം ചെയ്യുന്നു. സർക്കാർ എന്ന് പറയുന്നത് ആരാണ്? ഈ ട്രേഡ് യൂണിയന്റെ രക്ഷകർത്താക്കളാണ് സർക്കാർ. ഉടനെ അവര് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം 5 വർഷം കൂട്ടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. എത്ര വലിയ ഹൈക്കാണ് അവിടെ വരുന്നത്! അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഖജനാവ് ശൂന്യമാകും. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ നികുതി കുടിശ്ശിക. കേരളത്തിലെ നികുതി പിരിക്കുന്നതിൽ കഴിഞ്ഞ തവണ CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് 28,400 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. അത് ഈ സംസ്ഥാനത്തെ വലിയ സമ്പന്നരുടെ കുടിശ്ശികയാണ്. അതായത് ക്വാറി മുതലാളിമാരുടെ, ബാർ മുതലാളിമാരുടെ, സ്വർണ്ണക്കടക്കാരുടെ, ജൗളിക്കടക്കാരുടെ, അങ്ങനെയുള്ളവരുടെ വലിയ ബിസിനസ്സുകാരുടെ കുടിശ്ശികയാണ് 28,400 കോടി രൂപ പിരിച്ചെടുക്കാൻ. സാധാരണക്കാരന്റെ ഒന്നും പിരിച്ചെടുക്കാനില്ല. സാധാരണക്കാരൻ സോപ്പ് മേടിക്കുമ്പോൾ, തീപ്പെട്ടി മേടിക്കുമ്പോൾ, മെഴുകുതിരി മേടിക്കുമ്പോൾ, ബൾബ് മേടിക്കുമ്പോൾ, പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോൾ, പച്ചക്കറി മേടിക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ നികുതി ഇവിടെ എടുക്കുന്നുണ്ട്, സർക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ നികുതിയെ തൊടാൻ പേടിയാണ്. CAG ചോദിച്ചു എന്തുകൊണ്ട് പിരിക്കത്തില്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, വൈദ്യുതിയുടെ ചാർജ്. വടക്കേ ഇന്ത്യയിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് കൽക്കരി കത്തിച്ചിട്ട്, നാഫ്ത കത്തിച്ചിട്ട്, ഡീസൽ കത്തിച്ചിട്ട്, അതല്ലെങ്കിൽ ആണവ ശക്തി ഉപയോഗിച്ച്. എന്നാൽ കേരളത്തിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് പച്ചവെള്ളത്തിൽ നിന്നാണ്. ഈ പച്ചവെള്ളം ഒഴുകുന്ന 44 നദികളുണ്ട്, 100 കണക്കിന് അണക്കെട്ടുകളുണ്ട്, ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. ഇവിടെയൊന്നും വെള്ളം വില കൊടുത്ത് മേടിച്ചിട്ടല്ല കറണ്ട് ഉണ്ടാക്കുന്നത്. എന്നിട്ടും കേരളത്തിലെ വൈദ്യുതിയുടെ വില മറ്റെല്ലാ സംസ്ഥാനങ്ങളെ വൈദ്യുതി വിലയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. 4 ഇരട്ടി 5 ഇരട്ടി ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? അതിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക. 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു വർക്കർ പ്രൊമോഷൻ കിട്ടി, അദ്ദേഹം ലൈൻമാൻ ആകുന്നു. ലൈൻമാൻ പ്രൊമോഷൻ കിട്ടി ഓവർസിയർ ആകുന്നു. ഓവർസിയർ പ്രൊമോഷൻ കിട്ടി സബ് എഞ്ചിനീയർ ആകുന്നു. ഈ സബ് എഞ്ചിനീയർ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളം ആകും. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തുല്യമായി ശമ്പളം മേടിക്കുകയാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ 8ാം ക്ലാസ്സുകാരൻ. ഇത് കേരളത്തിന് പുറത്ത് നമുക്ക് ഒരിടത്തും കാണാൻ പറ്റുന്ന കാര്യമല്ല. 8ാം ക്ലാസ്സുകാരെന്ന് ഞാൻ ആക്ഷേപമായിട്ട് പറഞ്ഞതല്ല. 10ാം ക്ലാസ് പാസ്സായവനെ ഈ ജോലിക്ക് എടുക്കരുതെന്ന് പിണറായി വിജയൻ 1996 നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി മന്ത്രിയായിരുന്നപ്പോൾ 10ാം ക്ലാസ് പാസ്സായാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്കറാകാൻ പറ്റില്ല. അപ്പൊ കൂടുതലും വരുന്നത് 8ാം ക്ലാസ്സുകാരാണ്. ആ 8ാം ക്ലാസ്സുകാരൻ കുറച്ച് കഴിയുമ്പോൾ ലൈൻമാൻ ആകുന്നു. ലൈൻമാൻ പിന്നെ ഓവർസിയർ ആകുന്നു. ഓവർസിയർ പിന്നെ സബ് എഞ്ചിനീയർ ആകുന്നു. അപ്പോഴത്തേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ശമ്പളം ആകുന്നു. ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് PSC മെമ്പർമാരുടെ ശമ്പളം. ഞാനിതൊക്കെ സാമ്പിൾ പറയുന്നതാണ്, അല്ലാതെ ഇത് എല്ലാവരുടെയും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാം. PSC മെമ്പർമാരുടെ ശമ്പളം എന്ന് പറയുന്നത് 4 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്നെ 2.5-3.5 ലക്ഷം ഉണ്ട്. അത് പോരാ, 4 ലക്ഷം 4.5 ലക്ഷമാക്കി വർദ്ധിപ്പിക്കാൻ പോവാണ്. ഇതിന്റെ കൂടെ പറയും സാമ്പത്തിക മാന്ദ്യമാണ്, നമുക്ക് സാമ്പത്തികം ഇല്ല എന്ന് പറയുകയും ചെയ്യും. അതേസമയം ഈ വർധനവുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ കേരള മുഖ്യമന്ത്രിയുടെ IT ഉപദേഷ്ടാക്കളുടെ എണ്ണം വീണ്ടും വർദ്ധിപ്പിച്ചു. 4 പേരെ കൂടെ വെച്ചു. മാസശമ്പളം 2 ലക്ഷത്തിൽ കൂടുതൽ. അപ്പോ ഒരു മാസം 8 ലക്ഷത്തിലധികം രൂപ മാസശമ്പളം കൊടുക്കേണ്ട 4 പേരെയും കൂടി കഴിഞ്ഞ ആഴ്ചയിൽ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു. ഇപ്പോൾ ഞാൻ ഏതാനും സൂചകങ്ങൾ മാത്രമാണ് പറഞ്ഞത്, ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഈ തരത്തിലുള്ള സാമ്പത്തിക ധൂർത്ത് നടത്തിയിട്ട് പണക്കാരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കാതെ ഇരുന്നിട്ട് അവർ വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയാണ്. അതില് ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്ന ഒരാളാണല്ലോ അദാനി. അദാനി തുറമുഖം നമ്മുടെ കേരളത്തിൽ വന്ന സമയത്ത് ഒരു എഗ്രിമെന്റ് ഉണ്ട് കേരള ഗവൺമെന്റുമായിട്ട്. തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്ന ദിവസം അത് ആരംഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ ഫൈൻ അടയ്ക്കണം. അങ്ങനെ എല്ലാം കൂടെ 300-ലധികം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന് അദാനി ഫൈൻ കൊടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം കൂടി ഒരു തീരുമാനമെടുത്തു, അദാനിയുടെ ഫൈൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ അദാനിയെ സംരക്ഷിക്കുന്നത് ആരാ?
അദാനിയുടെ ഫൈൻ വേണ്ട എന്ന് വെക്കാൻ, നൂറുകണക്കിന് കോടി കിട്ടുമായിരുന്ന തുക വേണ്ട എന്ന് വെക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുത്തു. എന്നിട്ട് അദാനിയെ ചീത്ത പറയുകയും ചെയ്യും. ആരാ അദാനിയുടെ കൂടെ എന്നുള്ളത് വ്യക്തമായല്ലോ. ഇങ്ങനെയുള്ള നൂറ് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ അതെല്ലാം പറഞ്ഞ് സമയം കളയാനല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഏറ്റവും കൂടുതൽ അപകടകരമായ പൊട്ടിത്തെറിയിൽ വൈദ്യു പറഞ്ഞതുപോലെ ഒരു അറ്റം ബോംബിന്റെ മുകളിൽ നിൽക്കുകയാണ്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. എല്ലാവരും പറഞ്ഞത് മലയാളം പോലെയായി. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. കഞ്ഞി കുടിച്ചു കിടക്കാൻ, അതായത് ചാകാൻ പോകുന്ന ആളിന് അവസാനത്തെ തുള്ളി വെള്ളം കൊടുക്കുന്നതിനാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അത് ഗ്രാന്റ് ആണ്, തിരിച്ചു കൊടുക്കേണ്ട. അങ്ങനെ കേരള ഗവൺമെന്റിന്റെ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ വേണ്ടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കൊടുക്കുന്നു. മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളും കൊടുക്കുന്നുണ്ട്. 28 സംസ്ഥാനത്തില് ഏതാണ്ട് 5-6 സംസ്ഥാനത്തിന് മാത്രമേ ഇത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ജീവിക്കാനുള്ള വക സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയില് ഈ പറഞ്ഞ പിച്ചക്കഞ്ഞി പൈസ മേടിക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ക്രൈസിസിലേക്ക് കേരളം എത്തിയത്? തികഞ്ഞ സാമ്പത്തിക കെടുകാര്യസ്ഥതയാണ്. അതിന്റെ കാരണം എന്താണ്? ലോകത്തെ 56 രാജ്യങ്ങൾ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 52 രാജ്യങ്ങളിലും തകർന്നു വീണു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല തകർന്നത്, രാജ്യം തന്നെ തകർന്നു പോയി. ഇപ്പൊ ഇന്ത്യയിൽ 3 സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നു. അതിൽ 2 സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു വീണു, സംസ്ഥാനവും തകർന്നു പോയി. പശ്ചിമ ബംഗാളും ത്രിപുരയും. മൂന്നാമത് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. ഈ അധികാരം താഴെ വീഴുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനം തകർന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ സാമ്പത്തികമായി പരിപൂർണമായ പരാജയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ളത് ലോകം മുഴുവൻ തെളിയിച്ചിട്ടും മലയാളിക്ക് മാത്രം ഇന്നും മനസ്സിലാവുന്നില്ല. സാമ്പത്തികമായി ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നത് റോഡുകളിലാണ്. ഇപ്പോ റോഡുകളിൽ കൂടി യാത്ര ചെയ്യുന്ന എല്ലാവരും പറയും, ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സാണെങ്കിലും എല്ലാവരും പറയും ഭയങ്കര തിരക്കാണ് കേരളത്തിൽ. അപ്പൊ കേരളം ചെറുതായതുകൊണ്ടാണ്, ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണ്. ഒന്നുമല്ല, വെറുതെ പറയുന്നത്. കേരളത്തിന്റെ റോഡുകളിൽ തിരക്കുണ്ടാവുന്നതിന്റെ കാരണം ബസ് ചാർജ് വളരെ കൂടുതലാണ്. 4 പേര് കാറിൽ പോവുകയാണെങ്കിൽ ബസ്സിൽ പോകുന്നതിൽ ലാഭമാണ്. ഇനി അതല്ല, ഇലക്ട്രിക് കാറും കൂടെ ആണെങ്കിലോ, ഇലക്ട്രിക് കാറാണെങ്കിൽ അതിനേക്കാൾ ഭയങ്കര ലാഭമാണ്. കിലോമീറ്ററിന് 1 രൂപ ഒക്കെ ചെലവ് വരുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരൻ ബസ് കയറിയാൽ പൈസ കൂടുതലാകും എന്നുള്ളത് കൊണ്ട് ഒരു ബൈക്ക് മേടിക്കുന്നു. 3-4 പേര് യാത്ര ചെയ്യുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ അവരൊരു കാർ മേടിക്കും. ബസ് കയറുന്നതിനേക്കാൾ കൂടുതൽ ലാഭം അതാണ്. അങ്ങനെ വരുമ്പോൾ റോഡ് നിറഞ്ഞ് കവിഞ്ഞ് വാഹനങ്ങൾ ഒഴുകുകയാണ്. നേരെ മറിച്ച് ബസ് ചാർജ് കുറവാണെങ്കിൽ ഇത്ര ആൾക്കാർ ഇതിൽ കയറേണ്ട കാര്യമില്ല, അവർ ബസ്സിന് പൊക്കോളും. ബസ്സിൽ കയറുമ്പോൾ സാമ്പത്തികം കൂടുതലാണ്. അതുകൊണ്ടാണ് ബൈക്കും കാറിന്റെ എണ്ണം വർദ്ധിക്കുന്നത്. അപ്പോൾ ഇത്തരം സൂചനകളിലൂടെ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് സാമ്പത്തിക കെടുകാര്യസ്ഥതയുടെയും ആസൂത്രണമില്ലായ്മയുടെയും ഏറ്റവും വലിയ അപകട മുനമ്പിലാണ് കേരളം നിൽക്കുന്നത് എന്ന്. ഇത് നിയന്ത്രിച്ചില്ല എങ്കിൽ, ഇത് മനസ്സിലായില്ല എങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് പോകും. ഇത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് സംസ്ഥാന ഗവൺമെന്റിനാണ്. അതുകൊണ്ട് ഈ മാസം 5-ാം തീയതി സംസ്ഥാന ഗവൺമെന്റ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിനെതിരെ. എന്താ പറയുന്നത്? കേന്ദ്രം തരാനുള്ളത് തരുന്നില്ല, സാമ്പത്തികമായി ഞെരുക്കുന്നു, പ്രതികാര നടപടി എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുക. അത് കണ്ണിൽ പൊടിയിടാനുള്ള സമരം. ആത്മാർത്ഥമായിട്ടാണ് ഈ സമരം ചെയ്യുന്നതെങ്കിൽ സർക്കാരിന്റെ നയമായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന LDF സർക്കാരിന്റെ നയം തന്നെ ധൂർത്താണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ മേടിച്ചു, കോടിക്കണക്കിന് രൂപയുടെ ഹെലികോപ്റ്റർ മേടിക്കല്ല, വാടകയ്ക്ക് എടുത്തു. ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നാൽ, പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം, അതല്ലെങ്കിൽ ഭൂകമ്പം, അതല്ലെങ്കിൽ ഉരുളുപൊട്ടൽ, അവിടെ ഓടി എത്തണമെങ്കിൽ ഒരു സാധനം വേണ്ടേ. പക്ഷെ എത്ര ഉരുളുപൊട്ടി, എവിടെയെങ്കിലും ഹെലികോപ്റ്റർ എന്നോ മുഖ്യമന്ത്രി പോയോ? ഒന്നുമില്ല. എന്നാൽ ഈ മുഖ്യമന്ത്രിയുടെ വാടക കൊടുത്ത് വെറുതെ ഇട്ടിരിക്കുന്ന ഹെലികോപ്റ്റർ കുറെ ഭക്ഷണ സാധനങ്ങളോ മരുന്നോ സ്ഥലത്തെത്തിച്ചോ? അതുമില്ല. അപ്പോൾ ഇതിന്റെയൊക്കെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? ഇങ്ങനെ കെടുകാര്യസ്ഥത മാത്രം. കിഫ്ബി എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കി കേന്ദ്രത്തെ അറിയിക്കാതെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ. അവസാനം കിഫ്ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കിഫ്ബി നഷ്ടത്തിലാണ്. കിഫ്ബിയിൽ നിന്ന് പൈസ കിട്ടിയിട്ടൊന്നും ഒരു കാര്യം നടക്കില്ല. ട്രഷറി ബില്ലുകളെല്ലാം തന്നെ ബാൻ ചെയ്തു. സർക്കാരിന്റെ കരാറുകാരായിട്ട് പണിയെടുത്ത കോൺട്രാക്ടർമാർ മുഴുവൻ ആത്മഹത്യയുടെ വക്കിലാണ്. പലരും ഈ പണി തന്നെ ഉപേക്ഷിച്ചു. 10 കോടി രൂപയുടെ ഒരു ബില്ലും പാസ്സാക്കരുതെന്നും, പകുതി മാത്രം ബില്ലിന്റെ തുക കൊടുത്താൽ മതിയെന്നും, 5 ലക്ഷം രൂപ പോലും പാസ്സാക്കേണ്ടതില്ലെന്നുമുള്ള അവസ്ഥയിൽ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപ പോലും ഖജനാവിൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ കേരളം
വലിയ ഒരു സാമ്പത്തിക ആറ്റം ബോംബിന്റെ മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഈ വസ്തുത മലയാളി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രാഥമികമായിട്ടുള്ള ഒരു ഗൗരവമുള്ള വിഷയം. കാരണം ഇത് മലയാളി മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ പരിഹാരത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. സർ, ഇത് ഡിറക്റ്റ് എങ്ങനെയാണ് ഈ നമ്മളത് ബാധിക്കാൻ പോകുന്നത്? ഏത് രീതിയിലായിരിക്കും ഇതിന്റെ തുടക്കം കാണിക്കുക? ഇപ്പോ തുടക്കം കണ്ടു കഴിഞ്ഞു. തുടക്കം കാണിക്കുന്നത് സർക്കാരിന്റെ പെൻഷൻ മുടങ്ങും, ശമ്പളം മുടങ്ങും. ഇത് മുടങ്ങിയല്ലോ. KSRTCയിൽ ശമ്പളം മുടങ്ങി, ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. അപ്പൊ പെൻഷനും ശമ്പളവും മുടങ്ങുന്നതോട് കൂടി തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ഗവൺമെന്റ് ഖജനാവ് ശൂന്യമായിരിക്കുന്നു. പിന്നെ ഖജനാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിലോ ഖജനാവിലേക്ക് കടം മേടിക്കല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ മുടങ്ങുമ്പോഴും KSRTC അടക്കമുള്ള ആൾക്കാരുടെ ശമ്പളം മുടങ്ങുമ്പോഴും നമ്മൾ ഈ സൂചന മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്താണ് സൂചന? ഇപ്പോ KSRTCയിലെ ശമ്പളം മുടങ്ങിയപ്പോ KSEBക്കാരൻ ചിരിക്കുക. അത് KSRTCയുടെ അല്ലേ പ്രശ്നമല്ല, ഞങ്ങളെ ബാധിക്കുകയല്ലോ എന്ന്. ഒരിക്കലും അല്ല. ഒരു വള്ളത്തിനകത്ത് കയറി യാത്ര ചെയ്യുന്നവരാണ് മലയാളികളെങ്കിൽ എവിടെ ആരിയ്ക്കുന്നു ആ ഭാഗത്ത് ഒരു തുള വീണാൽ, ഇപ്പൊ KSRTCക്കാരൻ ഇരിക്കുന്നതിന്റെ കാലിന്റെ കീഴെ തുള വീണു എന്ന് കരുതിയാൽ മതി. അതിലേ കൂടി കയറുന്ന വെള്ളം ഈ വള്ളം മൊത്തമായിട്ട് മുക്കിക്കളയും. ഇത് മനസ്സിലാക്കിയാൽ മതി. അതുപോലെ പാവപ്പെട്ടവന്റെ മരുന്ന് മേടിക്കാനുള്ള 1600 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. 6 മാസം 8 മാസം കൂടുമ്പോഴാണ് ഒരു ഗഡു കിട്ടുന്നതെങ്കിൽ വള്ളം മുങ്ങാൻ പോകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. സാറേ, മറ്റൊന്നാണ് ഇപ്പോ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്ഷേമ പെൻഷൻ മുടങ്ങാതെ, അതല്ലെങ്കിൽ ഇത്ര മാസം ഞങ്ങൾ തന്നു എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിനൊക്കെ പ്രചാരണം കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ എത്തിക്കുകയും ഈ ക്ഷേമ പെൻഷൻ ഒരുപാട് ഇരകൾ സൃഷ്ടിക്കലുമാണ്. എങ്ങനെയാണ് ആ നാടിന്റെ ഒരു സമ്പൽ സമൃദ്ധി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണ് അതിനെ കാണിക്കേണ്ടത്? ശരിക്കും ഇത് ഇല്ലാതാക്കല്ലേ വേണ്ട? ശരിക്കും വൈജു പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ ഒരാള് ഏറ്റവും കൂടുതൽ മരുന്ന് കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാൾ എന്ന് നമ്മൾ ആരെയും പറയാറില്ല. അപ്പൊ ഒരാള് ഒരു ദിവസം 20 മരുന്ന് കഴിക്കുന്നു, 30 മരുന്ന് കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് അയാളുടെ ഒരു കഴിവിനെ അല്ല കാണിക്കുന്നത്, അയാളുടെ ആരോഗ്യം തകരാറിലായി എന്നുള്ളതിന്റെ തെളിവാണ്. വളരെ വലിയൊരു പോയിന്റാണ് ഇപ്പൊ ബൈജു മുന്നോട്ട് വെച്ചത്. ക്ഷേമ പെൻഷൻ കൂടുതൽ പേർക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ പേര് സാമ്പത്തികമായി തകർന്നിരിക്കുന്നു. അവർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങണമെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയേ പറ്റൂ എന്നുള്ളതിന്റെ തെളിവാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതൊരിക്കലും അഭിമാനകരമല്ല, അപകടകരമാണ്, നാണക്കേടാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണകൂടത്തിന്റെ വമ്പൻ പരാജയമാണ് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. മറ്റൊന്ന് നമുക്കറിയാം സർ, ഒരു നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് യുവതലമുറ തന്നെയാണ്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ള വലിയ തലമുറകൾ തന്നെയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവാക്കൾ പൂർണ്ണമായിട്ടും കേരളം വിട്ട് ഓടുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അതിനെ കൂട്ടി ചേർത്തിണക്കി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സർ? ഇപ്പോ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം എടുക്കും. ഇപ്പോ ഒരു സ്ത്രീക്ക് പ്രസവിക്കാൻ കഴിയുന്ന ഒരു പ്രായമുണ്ട്. ആ പ്രായം വരെ മാത്രമേ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉള്ളൂ എന്ന് പറയുന്നത് പോലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതിനൊരു പ്രായമുണ്ട്. ആ പ്രായം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുമാനമില്ല, ചെലവുണ്ട് താനും. എന്നാൽ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി, വരുമാനം ഉണ്ടാക്കാനുള്ള കഴിവ് ഏത് വയസ്സ് മുതൽ ഏത് വയസ്സ് വരെയാണ്? അത് നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും. ഒരു 25 വയസ്സ് മുതൽ 50-60 വയസ്സ് വരെയാണ്. 50 വയസ്സ് 55 വയസ്സൊന്നും കൂട്ടിയാൽ മതി. ഈ പ്രായത്തിലുള്ളവർ ഈ സംസ്ഥാനത്ത് ഇല്ലാതെയാകാൻ ആ പ്രായത്തിലുള്ളവരാണ് സമ്പത്ത് ഉണ്ടാക്കേണ്ടതും സമ്പത്ത് കൊണ്ടുവരേണ്ടതും. അപ്പൊ 25 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ളവര് കേരളം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവരോടൊപ്പം കോടാനുകോടി രൂപ കൂടി പോവുകയാണ്. അത് 2 തരത്തിലാണ് പോകുന്നത്. ഒന്ന്, ഒരു 25 വയസ്സ് വരെ ഒരാളെ പഠിപ്പിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ചെലവുണ്ട്. ഇത് രൂപയായിട്ടല്ല കൊടുക്കുന്നത്, സ്കൂളായിട്ടും കോളേജായിട്ടും ട്യൂഷനായിട്ടും പരീക്ഷയായിട്ടും അസൈൻമെന്റ് ആയിട്ടും പ്രോജക്റ്റ് ആയിട്ടും അങ്ങനെ പല പരിപാടികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി തന്നെ കോടിക്കണക്കിന് രൂപ സംസ്ഥാനം ചെലവാക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടി പ്രൊഡക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് കേരളം വിട്ടുപോയാൽ ഈ മുടക്കിയ മുഴുവൻ പൈസ പോയി എന്ന് മാത്രമല്ല, ആ കുട്ടി പണിയെടുത്തുണ്ടാക്കേണ്ട കോടികൾ എന്ന് പറയുന്ന 2 തരത്തിലാണ്. ഒന്ന്, കുട്ടിക്ക് കിട്ടുന്ന ശമ്പളവും ആനുകൂല്യവും, കുട്ടിയുടെ പ്രവർത്തനം കൊണ്ട് രാജ്യത്തിന് കിട്ടുന്ന സമ്പത്ത്, അത് വേറെ. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ്
ആ കുട്ടി ഉണ്ടാക്കേണ്ടത്. അത് മുഴുവൻ വിദേശത്ത് പോയി വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത്രയും കൂടെ നഷ്ടമാണ്. ഒന്ന്, ഈ കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ കോടികൾ മുടക്കി. രണ്ട്, ഈ കുട്ടി റീപ്രൊഡക്റ്റീവായിട്ട് ആ പണം ഗവൺമെന്റിന് ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് വിദേശത്ത് പോയി ആ ഗവൺമെന്റിനും അവിടുത്തെ ജനങ്ങൾക്കും വേണ്ടി പണിയെടുക്കുന്നു. അതിന്റെ കാരണം ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ എത്ര കോടി രൂപയുടെ നഷ്ടമാണ്. ഇനി മറ്റൊരു വിഷയം, ഇങ്ങനെ വിദേശത്ത് പോകുന്നവര് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് വീട് വെക്കാനും സ്ഥലം വാങ്ങാനും ഒന്നും നിയമമില്ല. അതുകൊണ്ട് അവിടെ അവർക്ക് സമ്പാദിക്കാൻ അധികാരമില്ല. അവർ കേരളത്തിലേക്ക് പണം അയക്കുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ മണി ഓർഡർ എക്കണോമി എന്നറിയപ്പെട്ടത്. കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 60%, 70% ഇപ്രകാരം പുറത്തുപോയി പണിയെടുക്കുന്നവരുടെ മണി ഓർഡറുകളെ ആശ്രയിക്കുന്ന കാലം, ആ ഒരു അവസ്ഥയ്ക്കാണ് മണി ഓർഡർ എക്കണോമി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ പോകുന്ന യൂറോപ്പിലേക്ക്, അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അവിടുത്തെ നിയമം അനുസരിച്ച് അവിടെ സ്ഥലം മേടിക്കാം, അവിടെ വീട് വെക്കാം, അവിടെ ബിസിനസ് തുടങ്ങാം, അവിടെ വ്യവസായം ചെയ്യാം. ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ അവിടെ താമസിക്കാം. ഇതിനൊക്കെയുള്ള പണം ഇവരുണ്ടാക്കി അവിടുത്തെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരുന്നില്ല. പിന്നെ തിരിച്ചു വന്നാൽ ഇവിടെ സൗകര്യങ്ങളില്ല, അവരുടെ മക്കൾക്ക് ഇവിടെ യോജിക്കാൻ പറ്റില്ല, അവരുടെ പ്രായമുള്ളവർക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കിവിടെ പിന്നെ ബാക്കിയുള്ളത് ആരാ? ബാക്കിയുള്ളത് ഒരു 10ാം ക്ലാസ്സിന് താഴെ നമ്മൾ അങ്ങോട്ട് പണം കൊടുത്ത് പോറ്റി വളർത്തേണ്ട ചെറിയ കുട്ടികൾ. പിന്നെയുള്ളതോ 60 വയസ്സിന് മുകളിൽ സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ, എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ കണ്ടം ചെയ്ത എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ പറയുന്ന മോശമാണ്, എങ്കിലും സത്യം എന്ന് അറിയാൻ വേണ്ടി പറഞ്ഞത്. അതായത് പ്രൊഡക്ടിവിറ്റി കംപ്ലീറ്റ് പോയി, ഒന്നും ചെയ്യാനില്ല, മരുന്നും എണ്ണയും കുഴമ്പും ഇൻഷുറൻസും ഒക്കെ ആയിട്ട് മരണം കാത്തു കഴിയുന്ന ഒരു വിഭാഗവും പ്രൊഡക്ഷനിലേക്ക് വരേണ്ട മറ്റൊരു വിഭാഗവും, അതായത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത, വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത കുട്ടികളും വരുമാനം ഉണ്ടാക്കാൻ കഴിയാത്ത വൃദ്ധരുടെയും മാത്രം നാടായിട്ട് കേരളം മാറുകയും. അങ്ങനെ വരുമ്പോ സാമ്പത്തികമായിട്ട് നമ്മൾ വറ്റിപ്പോകും. കാരണം സാമ്പത്തികം ഉണ്ടാക്കുന്നവർ മുഴുവൻ വിദേശത്ത് പോയി, അവരുടെ പണം മുഴുവൻ വിദേശത്തായി, അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഇൻകം കിട്ടുന്നത് വിദേശത്താണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനത കേരളത്തിന് ബാധ്യതയായി കഴിഞ്ഞു. മറ്റന്നാൾ സാർ, നമ്മൾക്കറിയാം, നമ്മളെ എപ്പോഴും എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ കാണുന്നതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ജപ്പാൻ, മെയ്ഡ് ഇൻ ഇറ്റലി എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളുടെ പേര് മാത്രം കണ്ടിരുന്ന നാട്ടിൽ നരേന്ദ്രമോദിജി 2014 വന്നതിന് ശേഷം ഏകദേശം 6.5 പതിറ്റാണ്ട് രാജ്യം ഭരിച്ച കോൺഗ്രസിനെ അന്താളിപ്പ്, അതല്ലെങ്കിൽ കോൺഗ്രസിനെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിനെ അടപടലം ഈ നാട്ടിൽ നിന്ന് ഓടിക്കുന്ന രീതിയിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പ്രൊജക്ട് കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഭാരതത്തിലേക്ക് നിക്ഷേപകരെ ക്ഷണിക്കുന്നു, ഭാരതത്തിൽ നിന്നുകൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം മറ്റെല്ലാതും നടത്തുന്നു. പക്ഷേ കേരളത്തിൽ ഒരാൾ പോലും നിക്ഷേപിക്കാനില്ലാത്തൊരു അവസ്ഥയൊക്കെ കാണുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഈ സഖാക്കന്മാരുടെ ഈ വിയർപ്പിന്റെ അസുഖമാണ് എന്നുള്ളത് അറിയാം. എങ്ങനെയാണ് സർ ഒരു നാട് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആ പ്രൊജക്ടിനെ തിരസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ആ നാടിന് ഗുണമാണ് വരിക? അതോ ഭാരതത്തിന് ഒന്നടങ്കം ഗുണമാണോ മോശമാണോ? നമ്മൾക്കറിയാം 20ാം സ്ഥാനത്ത് നിന്ന് ഏകദേശം 4ാം സ്ഥാനത്തേക്കൊക്കെ നമ്മൾ ഇത് എത്തി നിൽക്കുന്നു. ഇനി ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ 1ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളത് മാധ്യമങ്ങൾ മറച്ചു പിടിച്ചാലും അത് അറിയേണ്ടവർ അറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ കൂടെ കൂർത്തിണക്കിക്കൊണ്ട് എങ്ങനെയാ സർ പറയുക? ഇപ്പോ നമ്മള് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ലോക കാർ കമ്പോളത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഓരോ വർഷവും കുതിച്ചുയരുകയാണ്. ഒരു 10-15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് ലോക കാർ കമ്പോളത്തിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല. നമ്മള് ഇവിടെ അത്യാവശ്യം കാർ ഉണ്ടാക്കുന്നു, വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ടെക്നോളജി ഇറക്കുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ പാർട്സ് ഇറക്കുമതി ചെയ്ത് അസംബിൾ ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു നമ്മുടെ അവസ്ഥ. പക്ഷെ ഇന്ന് ലോക കാർ ഉൽപാദനത്തിൽ 2ാമത്തെയോ 3ാമത്തെയോ സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അടുത്ത 5 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ കാർ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി നമ്പർ 1 എന്ന നിലയിലേക്ക് ഈ രാജ്യം വരും. അത്ര വേഗത്തിലാണ് വളരുന്നത്. നമ്മൾ നോക്കൂ, നമ്മളിപ്പോൾ ഈ തമിഴ്നാട്ടില്, കർണാടകത്തില് ഒക്കെ ഉണ്ടാക്കുന്ന മാരുതി അല്ലെങ്കിൽ ടൊയോട്ട, ഹോണ്ട, ഇങ്ങനെ ലോകത്തെ മുഴുവൻ ബ്രാൻഡും എന്ന് പറയാം, ഏറ്റവും ജനപ്രിയമായിട്ടുള്ള മുഴുവൻ ബ്രാൻഡും ഇന്ത്യയിൽ നിന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്ന് ഇപ്പോഴും പ്രൊഡക്ഷൻ അനുമതി കിട്ടാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കാർ ബ്രാൻഡ് എന്ന് പറയുന്നത് ടെസ്ലയാണ്. അപ്പോ ഇലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യയിൽ ആരംഭിക്കാൻ ഇലോൺ മസ്ക് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, സർക്കാരിന് എതിർപ്പുണ്ടായിട്ടല്ല. ഇലോൺ മസ്ക് പറയുന്നത്, ഞങ്ങള് പാർട്സ് കൊണ്ടുവന്ന് ഇന്ത്യയിൽ വെച്ച് കൂട്ടി യോജിപ്പിച്ച് ഇന്ത്യയിൽ വിറ്റോളാം. നരേന്ദ്രമോദി പറഞ്ഞു അത് വേണ്ട, നിങ്ങൾ ഇവിടെ പാർട്സ് ഉണ്ടാക്കി ഇവിടെ കൂട്ടി യോജിപ്പിച്ച് വിറ്റാൽ മതി. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് പണി കിട്ടണം, അവർക്ക് പണം കിട്ടണം. മറ്റേത് നിങ്ങൾ അമേരിക്കയിൽ ഉണ്ടാക്കി
ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ എലോൺ മസ്കിന്റെ ടെസ്ല ചൈനയിൽ ഉണ്ടാക്കുന്നില്ല, ജർമ്മനിയിൽ ഉണ്ടാക്കുന്നില്ല, ഫ്രാൻസിലോ ബ്രിട്ടനിലോ യൂറോപ്പിലോ ഉണ്ടാക്കുന്നില്ല, അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോ അമേരിക്കയിൽ തന്നെ ഉണ്ടാക്കി അദ്ദേഹം അത് ലാഭകരമാക്കി ലോകം മുഴുവൻ വിറ്റഴിക്കാൻ കാരണം എന്താ? അതിനൊരു കാരണമുണ്ട്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത് ടെസ്ലയാണ്. ടെസ്ല എന്ന് പറഞ്ഞാൽ കാറ് മാത്രമല്ല, ധാരാളം കമ്പനികളുണ്ട്. ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ, ട്രംപ് വിജയിച്ചു. ട്രംപ് വിജയിച്ചു കഴിഞ്ഞ് ആദ്യമായിട്ട് അദ്ദേഹം കെട്ടിപ്പിടിച്ചതും മീഡിയയുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചതും ഇലോൺ മസ്കിനെയാണ്, അദ്ദേഹത്തിന്റെ കമ്പനികളെയാണ്. നമ്മൾ അറിയേണ്ട വിഷയം. അപ്പോ നിരവധി കമ്പനികൾ, കാരണം ഇലോൺ മസ്ക് അമേരിക്ക വിട്ടാൽ, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ അമേരിക്ക വിട്ടാൽ അമേരിക്ക തകരും. ഇപ്പോൾ തന്നെ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം കൈവിടില്ല. എന്നാൽ ഇന്ത്യ പറയുന്നു, ഇലോൺ മസ്കിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ കച്ചവടത്തിന് വന്നാൽ മതി. അത് വളരെ ബുദ്ധിപരമായ തീരുമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷൻ യൂണിറ്റുകൾ നോക്കൂ. ലോക കാർ കമ്പോളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാർ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് നമ്മൾ മാറുന്നു. അതേസമയം ലോകത്ത് ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോണുകൾ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ നമ്പർ 1 വരാൻ പോകുന്നത് സെമി കണ്ടക്ടറുകൾ, കമ്പ്യൂട്ടർ ചിപ്പുകൾ. ലോകം ചലിക്കണമെങ്കിൽ ഈ ചിപ്പുകൾ വേണം. അതിന്റെ ഏറ്റവും വലിയ ഉത്പാദകരായിട്ട് ഇന്ത്യ മാറുന്നു. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, നേരത്തെ ബൈജു പറഞ്ഞതുപോലെ, 1ാം സ്ഥാനത്തേക്ക് വരാൻ ഇനി 1-2 കൊല്ലം കൂടി മതി. അതായത് ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യം ലോകത്തെ ഏറ്റവും വലിയ വൻശക്തി രാജ്യമായിട്ട് മാറും. ഇത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കണ്ടില്ല എന്ന് നടിച്ചാൽ പോലും അതങ്ങനെ അങ്ങ് ആവും. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ബാധിക്കാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളം ഒറ്റപ്പെട്ട് നിൽക്കുക. ഇപ്പൊ ഒറ്റ ഉദാഹരണം, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്നൊരു വലിയ കാര്യമുണ്ട്. 70 വയസ്സിന് ശേഷമുള്ളവരുടെ ഇൻഷുറൻസ്. അപ്പോൾ ആ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാത്ത 3 സംസ്ഥാനമാണ് ഇന്ത്യയിലുള്ളത്: ഡൽഹി, പശ്ചിമ ബംഗാൾ, കേരളം. എന്തുകൊണ്ടാണ് കേരളം നടപ്പാക്കില്ല എന്ന് പറയുന്നത്? ഇന്നും 2-3 പേര് 70 വയസ്സിന് മുകളിലുള്ളവർ എന്നെ വിളിച്ചു. അവര് കരയാണ്. എനിക്ക് 77 വയസ്സായി, എനിക്ക് 74 വയസ്സായി, മരുന്നിന് തികയുന്നില്ല, പെൻഷൻ ഉള്ള മരുന്നിന് തികയുന്നില്ല, ഈ ഇൻഷുറൻസിലും കിട്ടിയിരുന്ന ജീവിച്ചിരിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നമ്മൾ നിസ്സഹായരാ. കേരള ഗവൺമെന്റ് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, ഞങ്ങൾ ഇവിടെ അനുവദിക്കില്ല. എന്തിന്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ബോർഡ് എഴുതി വെക്കണം ആശുപത്രി, സർക്കാർ ആശുപത്രിക്ക്. ഓൾ ഇന്ത്യ തലത്തിൽ ഒറ്റ സംസ്ഥാനം മാത്രമേ എതിർത്തുള്ളൂ. 800 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ 2 വർഷം കൊണ്ട്. അവസാനം ഡോക്ടർമാർക്ക് ശമ്പളം കൊടുക്കാനില്ല, നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ സമസ്താപരാധം പറഞ്ഞ് ഈ പറഞ്ഞ സംഗതി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ 3 ഭാഷയിൽ എഴുതി വെച്ച് ഇപ്പൊ പൈസ കിട്ടാൻ തുടങ്ങി. പോയ 800 പോയി 2-2.5 വർഷം കൊണ്ട്. ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പോ ഒന്നും ഉടുക്കാനില്ല, ഉണ്ണാനില്ല, കഴിക്കാനില്ല, കുടിക്കാനില്ലെങ്കിൽ പോലും BJP വിരുദ്ധ സമരവും നിലപാടും എന്നുള്ള അശാസ്ത്രീയമായിട്ടുള്ള കടുംപിടുത്തം. 5-ാം തീയതി സമരത്തിന് പോവാം. ഈ സമരമൊക്കെ വലിയൊരു ബിസിനസ്സാണ്. ഈ സമരത്തിന് ആളെ കൊണ്ടുപോകുന്ന വമ്പൻ ബിസിനസ്സാണ്. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും, എങ്കിലും ഞാനൊന്ന് പറയാം. ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാരെ അണിനിരത്തിക്കൊണ്ടൊരു വൻമതിൽ തീർക്കുന്നു, ഇപ്പൊ മനുഷ്യ മതിൽ തീർക്കുന്നു എന്നിരിക്കട്ടെ. അതിനെന്തെങ്കിലും നല്ല പേരൊക്കെ ഇട്ടു. എന്നിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ മൊബിലൈസ് ചെയ്യണമെങ്കിൽ 1000കണക്കിന് ബസ്സുകൾ വേണം. ഈ 1000കണക്കിന് ബസ്സുകൾ ഓടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് CPM സഖാക്കന്മാർ പിരിവെടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ സഖാക്കന്മാരുടെയും പാർട്ടിയുടെയും കയ്യിലേക്ക് വരിക. പാവപ്പെട്ട ജനം പിരിവ് കൊടുക്കുക. അപ്പൊ അതൊരു വമ്പൻ ബിസിനസ് ആണ്, പൊളിറ്റിക്കൽ എക്കണോമിക്സ് ആണ്. അപ്പൊ ആ പൊളിറ്റിക്കൽ എക്കണോമിക്സ് എക്സർസൈസ് കൊണ്ട് CPM സമ്പന്നമാകുമ്പോൾ കേരളം ദരിദ്രമാകുക. ഇത് വല്ലതും കണ്ടാലും കേട്ടാലും അവിടെ ഇരിക്കുന്ന താടിയുള്ള അപ്പൂപ്പനെ പേടിയാകുമോ? ഒന്നുമില്ല. അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ കേരളത്തില് ഏറ്റവും അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നീക്കത്തിലേക്കാണ് ഗവൺമെന്റ് പോകുന്നത്. അവരുടെ ഏക ആത്മവിശ്വാസം മോദിയെ 4 ചീത്ത പറഞ്ഞാൽ മലയാളി അങ്ങ് വിശ്വസിച്ചോളും. പ്രബുദ്ധ മലയാളിയാണല്ലോ, അതുകൊണ്ട് മോദിയെ 4 ചീത്ത പറഞ്ഞാൽ മതി. ഇപ്പൊ 5-ാം തീയതി മോദിയെ 400 ചീത്ത പറയും. അതോടുകൂടി കേരളം മുഴുവൻ മോദിക്കെതിരാവും. എന്നിട്ട് മോദിക്ക് എന്നാ പറ്റാനാ? മോദിക്ക് ഇവിടെ ഇന്ന് ആകെ ഒരു MP ഉള്ളൂ, സുരേഷ് ഗോപി. അപ്പോ അല്ലാതെ ഒരു നഷ്ടം ഇവിടെ വരാനും പോകുന്നില്ല. പക്ഷെ കേരളത്തിന് നഷ്ടമുണ്ട്, മലയാളിക്ക് നഷ്ടമുണ്ട്. ആ നഷ്ടവും ആ യാഥാർത്ഥ്യവും മലയാളി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ത്രിപുരയിലും ബംഗാളും സംഭവിച്ചതുപോലെ ഈ കമ്മ്യൂണിസം അറബിക്കടലിലാവുക തന്നെ ചെയ്യും.
ഇപ്പോ സാറ് കർഷക മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ തന്നെ രാജ്യത്താകമാനം സന്ദർശിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ ചോദിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, എന്ത് കാര്യം കണ്ടു കഴിഞ്ഞാലും കേരളത്തിനെ ഉയർത്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ, യുപിയിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കോമരങ്ങൾ, അതല്ലെങ്കിൽ ഇവിടുത്തെ മണ്ടൻ മലയാളികളെ പറ്റിക്കുന്ന വലിയ ഈ പറയുന്ന ബുദ്ധിരാക്ഷസന്മാരായുള്ള രാഷ്ട്രീയ കോമരങ്ങൾ എങ്ങനെയാണ് സാർ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സന്ദർശിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ കേരളമാണോ ആ നാടുകളാണോ ഈ വികസന കാര്യത്തിൽ കുതിച്ചു നിൽക്കുന്നത്, ഒന്നാമത് നിൽക്കുന്നത്? ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് ഗുജറാത്തിൽ പോയി. 7 ദിവസം ഗുജറാത്തിലുണ്ടായിരുന്നു. അവിടെ ഞാൻ നിരവധി കാര്യങ്ങൾ കണ്ടു. അതിൽ 2 കാര്യങ്ങൾ മാത്രം സമയം കുറവുകൊണ്ട് അവതരിപ്പിക്കാം. 1 ലിറ്റർ പശുവിൻ പാലിന് അല്ലെങ്കിൽ എരുമപ്പാലിന് ഗുജറാത്തില് കർഷകന് കിട്ടുന്നത് 80 രൂപയാണ്. 80 രൂപ. ഇവിടെ 40 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് കിട്ടുന്നു എന്ന് ഞാൻ അവിടെ അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പാലായിട്ടല്ല വിൽക്കുന്നത്. പാലിൽ നിന്ന് 1100 പ്രോഡക്റ്റ് ഉണ്ടാക്കി 50 വിദേശ രാജ്യങ്ങളിൽ വിൽക്കുകയാണ്. അങ്ങനെ വിറ്റ് കിട്ടുന്ന ലാഭവിഹിതവും കൂടി ചേർത്താണ് ഞങ്ങൾക്ക് 1 ലിറ്റർ പാലിന് 80 രൂപ ലഭിക്കുന്നത്. ഇത് ഒരു ഉദാഹരണം. കേരളത്തിന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കിവിടെ മിൽമ ഉണ്ടല്ലോ, നമുക്കിവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, വേണമെങ്കിൽ നമുക്ക് ഇത് ചെയ്യാവുന്ന കാര്യമല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. എന്തിന്? പാൽപ്പൊടി ഉണ്ടാക്കുന്നില്ല. പാൽപ്പൊടി നമ്മളിപ്പോ ഇറക്കുമതി ചെയ്യുക. പാലുണ്ടാക്കുന്നില്ല, പാല് നമ്മൾ ഇറക്കുമതി ചെയ്യുക. ഇതാണ് ഞാൻ കണ്ട ഒരു കാര്യം. പിന്നെ മറ്റൊന്ന്, വമ്പൻ ഒരു ബിസിനസ്സാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, അതായത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും വമ്പൻ ബിസിനസ്സാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം. ഇപ്പൊ നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്ന 50 രൂപ മേടിക്കുന്ന പരിപാടിയാണെങ്കിലും, നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനുകളിലും കോടാനുകോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതം നീക്കിവെച്ച് നമ്മൾ കൈകാര്യം ചെയ്തു എന്ന് പറയപ്പെടുന്ന ഈ ചപ്പുചവറ് നീക്കം ചെയ്യുന്ന പരിപാടിയാണെങ്കിലും ഗുജറാത്തിൽ കണ്ടത് വേറെ രീതിയിലാണ്. ഇപ്പൊ ഗുജറാത്തില് BJP ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് അഹമ്മദാബാദ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ മാത്രം 45 ഏക്കർ സ്ഥലത്ത്, നഗരമധ്യത്തിൽ 45 ഏക്കർ സ്ഥലത്ത് ഏതാണ്ട് ഒരു 100 അടി 100 മീറ്റർ ഒക്കെ ഉയരത്തിൽ ചപ്പുചവറിന്റെ ഒരു വലിയ മലയായി. ഞാനിത് നേരിട്ട് കണ്ടതാണ്. അവിടെ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് JCBകൾ, ഹിറ്റാച്ചികൾ പ്രവർത്തിക്കുക. എന്നിട്ട് ഈ വേസ്റ്റിനെ 4ആയിട്ട് തിരിക്കുക. അതിൽ നിന്ന് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് വേർതിരിക്കും, എന്നിട്ട് അത് പ്ലാസ്റ്റിക് ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഗ്ലാസ് വേർതിരിക്കും, ഗ്ലാസ് ഫാക്ടറിയിലേക്ക് കൊടുക്കും. ഇതൊക്കെ വിലയ്ക്കാ വിൽക്കുന്നത്. പിന്നെ മെറ്റൽ വേർതിരിക്കും, ഇരുമ്പായിട്ടും ചെമ്പായിട്ടും അലുമിനിയമായിട്ടും അങ്ങനെ പലതും വേർതിരിച്ചിട്ട് അതാത് ഫാക്ടറികളിലേക്ക് കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മണ്ണ് മിച്ചം വരും. മിച്ചം വരുന്ന മണ്ണ് ഒരു ട്രക്ക് ലോഡിന് 4000 രൂപ വിലയ്ക്ക് സർക്കാരിന് തന്നെ കൊടുക്കും. സർക്കാർ ഈ മണ്ണ് കൊണ്ട് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഹൈവേ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. 4000 രൂപ ഒരു ട്രക്ക് ലോഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമാണ്. പിന്നെ നദീതീരങ്ങൾ കെട്ടിയെടുത്ത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വലിയ പൂന്തോട്ടങ്ങളും ഷോപ്പിംഗ് കോംപ്ലക്സുകളും അപ്പാർട്ട്മെന്റുകളും നിർമ്മിക്കുന്നു. വേസ്റ്റിൽ നിന്ന് പണം ഉണ്ടാകുകയാണ്. കേരളത്തിൽ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് പണം അങ്ങോട്ട് കൊടുക്കുക. ഗുജറാത്തിൽ വേസ്റ്റ് കൊണ്ട് പണം ഇങ്ങോട്ട് കൊണ്ടിരുന്നു, ഇവിടെ വേസ്റ്റ് അങ്ങോട്ട്. ഇനിയിപ്പോ 5ാമതൊരു പ്രോഡക്റ്റ് അതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. മണ്ണും കൂടെ വേർതിരിച്ചെടുത്തു കഴിഞ്ഞാൽ മിച്ചം വരുന്നത് ജൈവാംശമാണ്. ഈ ജൈവാംശത്തിൽ നിന്ന് ജൈവവളം ഉണ്ടാക്കും. ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ 50 കിലോയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ വിലയ്ക്ക് ഈ ജൈവവളവും വിൽക്കുന്നു. അപ്പൊ അഗ്രികൾച്ചർ മേഖലയ്ക്ക് വലിയ താങ്ങാവുന്നു. കണ്ടോ? ഞാനൊരു ഒറ്റ ഉദാഹരണമാണ് പറഞ്ഞത്. ഇത് കേരളത്തിലും പറ്റുന്ന കാര്യമാണ്. പക്ഷെ കേരളം അങ്ങനെ ചിന്തിക്കുന്നില്ല. കേരളം ചിന്തിക്കുന്നത് ഇപ്പൊ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനിൽ 500 കോടി രൂപ നീക്കി വെക്കുന്നു എന്നിരിക്കട്ടെ, ചപ്പു ചവറുകൾ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യാൻ 500 കോടി രൂപ. അപ്പൊ കൊച്ചി കോർപ്പറേഷൻ എടുക്കുക, 500 കോടി രൂപ നീക്കി വെച്ചാൽ ഈ 500 കോടി രൂപയില് ഒരു 400 കോടി രൂപയും രാഷ്ട്രീയക്കാരന്റെ കീശയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അതിന് പല തിരിമറികൾ നടത്തുകയാണ്. എന്നാൽ ഇത് സർക്കാരിന്റെ കീശയിലേക്ക് 400 കോടി അല്ല 4000 കോടിയാക്കി മാറ്റാൻ പറ്റും. അത് ചെയ്യുന്നില്ല. അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ, ചെലവിന്റെയും വരവിന്റെയും കാര്യത്തിൽ ഇതുപോലെ ക്രിയാത്മകമായ നടപടിക്രമങ്ങൾ കേരളത്തിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ദാരിദ്ര്യാവസ്ഥയുടെ മറ്റൊരു കാരണം. മറ്റൊന്നാണ് സാറ് പറഞ്ഞ പോലെ തന്നെ ദാരിദ്ര്യവും മതവർഗീയതയും ഉപയോഗിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു നാടിനെ നശിപ്പിക്കുക എന്നത് തന്നെയാണ് കമ്മ്യൂണിസത്തിന്റെ ബേസ് എന്ന് നമ്മൾക്കറിയാം. കാരണം ദാരിദ്ര്യം ഇല്ലെങ്കിൽ കമ്മ്യൂണിസം അവിടെ വളരില്ല എന്നുള്ളത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. പക്ഷെ പ്രബുദ്ധ മലയാളിക്ക് ഇനി ഇത് എന്നാണ് സാർ മനസ്സിലാവുക? എങ്ങനെയാണ് ഇനി നമ്മൾ വിട്ടുപോയിട്ടുള്ള എല്ലാം കൂട്ടിച്ചേർത്ത് കൂടെ പറയാനുള്ളത്? അതായത് ഇപ്പൊ ബൈജു പറഞ്ഞത് വളരെ ശരിയാണ്. സമ്പത്ത്, വിശ്വാസം,
ഈ രണ്ട് കാര്യങ്ങൾ മനുഷ്യനെ മത്ത് പിടിപ്പിക്കുന്ന കാര്യങ്ങൾ. സമ്പത്ത് എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് സാമ്പത്തികമായ രീതിയിൽ ശമ്പള വർധനവ്, പെൻഷൻ വർധനവ്, സാമ്പത്തിക ആനുകൂല്യങ്ങൾ, സൗജന്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ അതിന്റെ പിന്നാലെ പോകും. അതാണ് കിറ്റ് കാണുമ്പോൾ എല്ലാം മറന്ന് വോട്ട് ചെയ്യാൻ പോകുന്നതും, ഒരു 6 മാസത്തെ പെൻഷൻ ഇല്ലെങ്കിൽ 1 മാസത്തെ പെൻഷൻ കൈ കിട്ടുമ്പോൾ പിന്നെ അതെല്ലാം മറക്കുന്നതും. ഇതെല്ലാം ഇതാണ്. പിന്നെ ക്ഷേമ പെൻഷനുകൾ തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അവർക്കെല്ലാം ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കി നിങ്ങൾക്ക് ക്ഷേമനിധിയിൽ നിന്ന് പൈസ കിട്ടുമെന്നുള്ള ഒരു മോഹിപ്പിക്കൽ. കിട്ടുമെന്നില്ല, മോഹിപ്പിക്കുകയുള്ളൂ. അപ്പൊ സാമ്പത്തികമായിട്ടുള്ള കാര്യം അത്. മറുവശത്ത് മതം, ജാതി, അത് സംഘടിത ജാതിയാണെങ്കിലും സംഘടിത മതമാണെങ്കിലും ആ വികാരം ആളി കത്തിച്ചിട്ട് ഇത് രണ്ടും ആളി കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ എന്താണെന്നറിയാമോ? പട്ടിണി. ഈ പട്ടിണി ഉണ്ടായിക്കഴിഞ്ഞാൽ, ദാരിദ്ര്യവും പട്ടിണിയും നിലനിൽക്കുമ്പോൾ ബൂർഷ്വായ്ക്കെതിരെ, പെറ്റി ബൂർഷ്വായ്ക്കെതിരെ, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ, കേന്ദ്രത്തിനെതിരെ, ഭരണകൂടങ്ങൾക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടാം. എളുപ്പമാണ്. കാരണം പച്ച നുണയെ പ്രത്യയശാസ്ത്രമാക്കി മാറ്റുന്നതാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസത്തിന്റെ അതേ ഇസം തന്നെ നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി ദിനം, മെയ് ദിനം, ആ മെയ് ദിനം തന്നെയാണ് കോൺഗ്രസിന്റെ തൊഴിലാളി ദിനം. കോൺഗ്രസിന് വേറെ ഒരു തൊഴിലാളി ദിനം ഇല്ല. എന്നാൽ BJPക്ക് മെയ് ദിനം തൊഴിലാളി ദിനമല്ല, അത് വിശ്വകർമ്മ ജയന്തിയാണ്. അത് വേറെ, കാരണം അത് വേറെ പ്രത്യയശാസ്ത്രമാണ്. അപ്പൊ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരു പ്രത്യയശാസ്ത്രമാണെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ തെളിവാണ് രണ്ടുപേർക്കും കൂടി ഒറ്റ മെയ് ദിനേ ഉള്ളൂ. അത് അധികം കാലം ഒന്നും മുന്നോട്ട് പോവുകയല്ല. ഇത്തവണത്തെ മെയ് ദിനത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു CPM ഉണ്ടായിരുന്നില്ല. ആകെപ്പാടെ CPI എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് ഒട്ടിച്ചത്. അപ്പോൾ അവരതും കൈവിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ദാരിദ്ര്യം വളർത്തി 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 വലുതാക്കുമ്പോൾ, കേരളത്തിലെ മതവർഗീയത വളർത്തി വളർത്തി വലുതാക്കുമ്പോൾ വിശ്വാസി സമൂഹം ഇത് രണ്ടിലും ആകൃഷ്ടരായി ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാറി മാറി വോട്ട് ചെയ്യുന്ന ഒരു വിചിത്രമായ മാനസിക രോഗികളായി മലയാളികളെ മാറ്റുകയാണ്. 3.5 കോടി മലയാളികളെയും മാനസിക രോഗികളാക്കി മാറ്റി, മാനസിക അടിമകളാക്കി മാറ്റി, വോട്ടുകുത്തി യന്ത്രങ്ങളാക്കുന്ന ഇടത് വലത് മുന്നണികളുടെ രാഷ്ട്രീയ തന്ത്രം ഈ ഭാരതത്തിലെ ഏറ്റവും ദരിദ്ര പ്രദേശമായി കേരളത്തെ മാറ്റും. അങ്ങനെ വന്നാൽ വിദേശത്ത് പോകാൻ കഴിയുന്ന അത്ര ആൾക്കാർക്ക് വിദേശത്ത് പോവാം, അവർക്ക് രക്ഷപ്പെടാം. സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിൽക്കുന്ന ഒരു ശതമാനം എന്ന് പോലും പറയാനില്ലാത്ത അത്രയും പേർക്ക് അങ്ങനെ ജീവിക്കാം. ട്രേഡ് യൂണിയൻ നേതാക്കളായിട്ടുള്ളവര് അങ്ങനെ ജീവിക്കാം. MLA-മാര്, MP-മാര്, PSC മെമ്പർമാര്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ജീവിക്കാം. പക്ഷെ ഇവിടെ വരുന്ന 95% മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അവരെങ്ങനെ ജീവിക്കും? നമ്മുടെ വരുമാനം മാത്രം നോക്കിയാൽ മതി. കേരളത്തിന്റെ വരുമാനം പുറത്തു പറയാൻ കൊള്ളുന്നതല്ല. ഒന്ന്, മദ്യപാനം. ഒരു വ്യക്തി എടുക്കുക, ഒരു വ്യക്തി മദ്യപിക്കുന്നയാളാണെങ്കിൽ അയാൾക്ക് സമൂഹത്തിൽ ഒരു നിലവാരം, അയാൾ കടം മേടിക്കുന്നയാളാണെങ്കിൽ നിലവാരം പിന്നെയും താഴും, അയാൾ ചൂത് കളിക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ നിലവാരം പിന്നെയും താഴും, അയാൾ പിടിച്ചുപറിക്കാരനാണെങ്കിൽ അയാളുടെ നിലവാരം പിന്നെയും താഴും. ഈ 4 കാര്യങ്ങൾ ഒരു മുഖ്യമന്ത്രിയാണ് ചെയ്യുന്നതെങ്കിലോ അതാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മദ്യത്തിൽ നിന്നുള്ള വരുമാനം, ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം, ടാക്സ് അല്ല അതിനേക്കാൾ കൂടുതൽ വരാനും ഫൈൻ അടിച്ചിട്ടാണ്. അത് ഹെൽമറ്റ് വെക്കാത്തതിന്റെ ഫൈൻ ആണെങ്കിലും ബെൽറ്റ് ഇടാത്തതിന്റെ ഫൈൻ ആണെങ്കിലും അങ്ങനെയുള്ള ഫൈൻ, പിടിച്ചുപറി എന്ന് പറയുന്ന ആ വിഭാഗം. ഇങ്ങനെ പുറത്തു പറയാൻ കൊള്ളാത്ത വരുമാന മാർഗങ്ങൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഏറ്റവും നാണം കെട്ട ഒരു വരുമാന മാർഗത്തിൽ പിടിച്ചു നിന്നിട്ട് അവസാനം കടമെടുക്കുക, കേന്ദ്രത്തിൽ നിന്ന് കടവും കൂടെ മേടിച്ച് ആ കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യയിൽ നിൽക്കുന്ന ഒരു സർക്കാർ. തീർച്ചയായിട്ടും കടക്കണിയിൽപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു ജനതയാണ് സൃഷ്ടിക്കുന്നത്. ഇതാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖലയിൽ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല, ഒരു ബിസിനസ് വരാൻ സമ്മതിക്കില്ല. ബിസിനസ്, വ്യവസായം, കൃഷി എന്നിവയെല്ലാം പടിയടച്ച് വെണ്ടം വെച്ച് ഇവിടുന്ന് നാട് കടത്തി വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് കേരളത്തില് മാന്യമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന നിലയിലേക്ക് പോകുമ്പോൾ ബൈജു ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഒരു സാമ്പത്തിക ന്യൂക്ലിയർ ബോംബ് പൊട്ടാൻ പോവുകയാണ് കേരളത്തിൽ. ഇത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തത് ഏറ്റവും നന്നായി. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ ഈ തരം പ്രത്യയശാസ്ത്രങ്ങളെ അവസാനിപ്പിക്കുക. നമ്മൾ ഓർക്കണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ബീഹാറില്, മധ്യപ്രദേശില്, ഉത്തർപ്രദേശില് അടക്കം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ വലിയ ശക്തിയായിരുന്നു. പഞ്ചാബിൽ ശക്തിയായിരുന്നു. അവിടെ കമ്മ്യൂണിസം എന്നാണോ കഴുകി തുടച്ച് വൃത്തിയാക്കി അവരെ ഒഴിവാക്കിയത്, അന്ന് മുതലാണ് ആ സംസ്ഥാനങ്ങൾ സമ്പന്നതയിലേക്ക് വരുന്നത്. നമ്മുടെ തൊട്ടടുത്ത കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും.
അതുകൊണ്ട് എന്നാണോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് മനോഭാവമുള്ള കോൺഗ്രസ് പാർട്ടിയെയും ആത്യന്തികമായി മലയാളി കഴുകി വെടിപ്പാക്കി കടലിലേക്ക് വലിച്ചെറിയുന്നത്, അന്ന് നമ്മൾ രക്ഷപ്പെടാൻ അധികം താമസമൊന്നും വേണ്ട. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ത്രിപുരയ്ക്കും ബംഗാളിനും രക്ഷപ്പെടാമെങ്കിൽ കേരളവും രക്ഷപ്പെടും. അതിനുള്ളൊരു മനസ്സ് മലയാളിക്ക് എപ്പോൾ തോന്നുന്നു ആ നിമിഷം നമ്മൾ രക്ഷ പ്രാപിക്കും. അതില്ല എങ്കിൽ നമ്മൾ അധികം താമസിയാതെ ആത്മഹത്യയിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ദൈവത്തിന്റെ നാടെന്ന ഖ്യാതി ഉണ്ടായിരുന്ന നമ്മുടെ നാട്, എന്നാൽ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമി എത്രയോ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ ഈ ദാരിദ്ര്യ നാരായണന്മാരുടെയും വർഗീയ കോമരങ്ങളുടെയും നാട് മാത്രമാക്കി മാറ്റിയ, ഇടതും വലതും മാറി മാറി ഭരിച്ച് ഓരോ ആറ്റം ബോംബും ഓരോ മനുഷ്യന്റെയും തലയിൽ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള ഈ കാലത്തിന്റെ ഇന്നത്തെ അവസ്ഥ മാറ്റപ്പെടാൻ ഇവിടുത്തെ ജനത ഇനിയും തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിലും ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവമായാലും ഇനി വിശ്വസിക്കാത്ത ദൈവങ്ങളായാലും ചെകുത്താനായാലും ഇവർക്ക് പോലും നിങ്ങളെ ഒന്ന് രക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ ഭാഗവും ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് പറയാനായിട്ടില്ല. എന്നിരുന്നാലും ഇനിയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്ത എപ്പിസോഡുകൾ ഇനിയും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അല്പമെങ്കിലും മലയാളികളുടെ തലയിലേക്ക് വെള്ളി വെളിച്ചം കയറട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. കൃത്യമായിട്ട് വിവരം പാസ് ചെയ്ത ജയസൂര്യൻ സാറിന് ഒരുപാട് നന്ദി. തൽക്കാലം നമുക്ക് ഇവിടെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി മറ്റൊരു എപ്പിസോഡുമായി വൈകിട്ട് 9 മണിക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.